Alhamdulillah. Alhamdulillahi Rabbil Alameen. Allahumma salli ala rasulika Sayyidina Muhammad wa ala ali Sayyidina wa Maulana Muhammad. Allahumma salli salatan kamilah وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الهوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم أوصل وبلغ مثل ثواب ما كرهناه من القرآن العظيم وما صليناه. هذه هدية واصلة ورحمة نازلة مقبولة منا إلى حضرة نبينا وحبيبنا محمد صلى الله عليه وسلم وإلى حضرات جميع الأنبياء والأولياء والعلماء والشهداء والصديقين والصالحين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم وإلى حضرات أرواح أمواتنا وأموات المسلمين عامة وإلى حضرات أرواح من نبيناهم خاصة. اللهم اغفر لنا ولهم وارحمنا معهم برحمتك الواسعة في الدين والدنيا والآخرة إنك على كل شيء قدير. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. أرحم الرحمن يا الله مالك الملوك يا الله പാപികളാണ് ദോഷികളാണ് അല്ലാഹ്. അറിഞ്ഞും അറിയാതെയും രഹസ്യമായും പരസ്യമായും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്തു പോയ നിന്റെ അടിമകളാണ് അല്ലാഹ്. ഏറ്റവും നല്ല പരിശുദ്ധ സ്ഥലത്താണ് ഞങ്ങൾ ഒരുമിച്ച് കൂടിയത്. പരിശുദ്ധമായ നാമമാണ് ഞങ്ങൾ ഉച്ചരിച്ചത്. ഏറ്റവും വലിയ നേതാവിനെയാണ് ഞങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചത്. ഞങ്ങൾ തവസ്സുൽ ചെയ്യുന്നത്. റബ്ബേ ഞങ്ങളെ മജ്‌ലിസ് ഖായിബാക്കല്ല റഹ്മാനേ. ആരെല്ലാം മഹബത്ത് വെച്ചുകൊണ്ട് ഈ മജ്‌ലിസിൽ വന്നവരുണ്ടോ, ആണ് പെണ്ണ് വ്യത്യാസങ്ങളില്ലാതെ ഈ മജ്‌ലിസിൽ കൂടാൻ കഴിയില്ല എന്ന് പറഞ്ഞവർക്ക് പോലും ഈ മജ്‌ലിസിൽ എത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് വലിയ മഹബത്ത് തന്നെയാണ്. നീ കബൂലാക്കണം അല്ലാഹ്. ഇവിടെ നിന്ന് കെട്ടിച്ചയച്ച മക്കള്, ആ പെൺമക്കളൊക്കെ അവരുടെ വീടുകളിൽ നിന്ന് വരെ ഈ സ്വലാത്ത് മജ്‌ലിസ് ലക്ഷ്യം വെച്ച് ഇവിടുത്തെ നസീഹത്ത് കേൾക്കാൻ ഈ മജ്‌ലിസിൽ വന്ന ആളുകളുണ്ട് അല്ലാഹ്. പലരും വരുന്നവരുണ്ട് അല്ലാഹ്. അവർക്കൊക്കെ ബർക്കത്ത് നൽകണം റഹ്മാനേ. ആരെല്ലാം ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയവരുണ്ടോ, അവരുടെ മനസ്സ് നിനക്കറിയാം. ഓരോരുത്തരുടെ മുറാദ് നിനക്കറിയാം. വിശദീകരണത്തിന്റെ ആവശ്യമില്ലല്ലോ. ഞങ്ങൾക്ക് ഏറ്റവും വലിയ മധ്യവർത്തി മുത്തു റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. അസ്ഹാബുൽ ബദരീങ്ങളാണ്. അവരൊക്കെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ സ്വീകരിക്കണം റഹ്മാനേ. ഞങ്ങൾ ഒരുപാട് ആളുകൾ മരിച്ചു പോയിട്ടുണ്ട് അല്ലാഹ്. ഞങ്ങളെ മാതാപിതാക്കൾ ഖബറിലുള്ള പലരുമുണ്ട് അല്ലാഹ്. ഉസ്താദുമാർ, മശായിഖുമാർ, ആലിമീങ്ങളിൽ നിന്ന് പലരും, സാദാത്യങ്ങളിൽ നിന്ന് പലരും ഖബറിലാണ് റഹ്മാനേ. മിനിയാന്ന് മരണപ്പെട്ടു പോയ സയ്യിദ് അലവി തങ്ങൾ ഉൾപ്പെടെ, ഖുറാത്തങ്ങൾ ഉൾപ്പെടെ, തലപ്പാടി എടുത്ത് മരിച്ചു പോയ ചെറുപ്പക്കാരനായ അഹ്സനി ഉസ്താദ് ഉൾപ്പെടെ എല്ലാവരുടെ ഖബർ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനേ. സ്വർഗ്ഗപ്പൂന്തോപ്പാക്കണം റഹ്മാനേ. റബ്ബേ, ഈ നാട്ടിൽ നിന്ന് മരിച്ചു പോയോ, കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് മരിച്ചു പോയ റബ്ബേ ഇബ്രാഹിം അക്കയുടെ അടക്കമുള്ളവർ ആരെല്ലാം
മരിച്ചു പോയിട്ടുണ്ടോ അവർക്കൊക്കെ വലിയ പ്രതീക്ഷയാണ് ഞങ്ങളെ മജ്‌ലിസ്. അവിടെ ഖബറിലേക്ക് ദുആ കിട്ടുമല്ലോ, അവർക്ക് ഓത്ത് കിട്ടുമല്ലോ, ഈ മജ്‌ലിസിന്റെ മിസ്ലി സവാബ് കിട്ടുമല്ലോ. നീ എത്തിക്കണം റഹ്മാനെ, നീ സ്വീകരിക്കണം റഹ്മാനെ. ആരെല്ലാം ഞങ്ങളെ പരിപാടിയുമായി ബന്ധപ്പെട്ടവരുണ്ടോ, സംബന്ധിച്ചവരുണ്ടോ, ലൈവിൽ കാണുന്നവരുണ്ടോ, ആമീൻ പറയുന്നവരുണ്ടോ, എല്ലാവരെയും നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ഒരുപാട് ഉദ്ദേശങ്ങളുണ്ട്. ഈ നാട്ടിനെ വലിയ നിനക്ക് അഭിവൃദ്ധിപ്പെടുത്താൻ പലരുടെ മനസ്സിലും വലിയ ആഗ്രഹങ്ങളുണ്ട്. ഈ പള്ളിയെ വിപുലീകരിക്കാൻ വലിയ ആഗ്രഹമുണ്ട്. അതുപോലെ ഇതിൻ്റെ ഒരു ബിൽഡിംഗ് വരാൻ വർഷങ്ങളായി നിങ്ങൾ ശ്രമിക്കുന്നുമുണ്ട്. എല്ലാം നീ പൂർത്തിയാക്കണം അല്ലാഹ്. എവിടെയാണോ തടസ്സങ്ങളുള്ളത് അത് നീ നീക്കണം അല്ലാഹ്. ഞങ്ങളെ പ്രയാസങ്ങൾ തീർത്തി തരണം റഹ്മാനെ, ആവശ്യങ്ങൾ നിറവേറ്റി തരണം റഹ്മാനെ. ഞങ്ങളെ മക്കളെ സ്വാലിഹീങ്ങളാക്കണം റഹ്മാനെ, ഞങ്ങളെ കുടുംബങ്ങൾ നല്ല കുടുംബമാക്കണം റഹ്മാനെ. ആരെന്ത് പരാതിയുമായി ഞങ്ങളെ മജ്‌ലിസിൽ വന്നവരുണ്ടോ, ഞങ്ങളെ സമീപിച്ചവരുണ്ടോ, ഫോൺ വിളിച്ചവരുണ്ടോ, എല്ലാവർക്കും നീ പരിഹാരം നൽകണം റഹ്മാന്. ഇന്ന് ചെറിയ മക്കളിൽ പലരും പനിയാണ്. അതാ പലരും ഇന്ന് പനി കൊണ്ട് പ്രയാസപ്പെടുന്നു. അത് ഡെങ്കിയാകുന്നു, ചിലപ്പോൾ മലേറിയ ആകുന്നു. കേരളത്തിൽ നിപ്പ എന്ന വൈറസ് വന്നതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എല്ലാത്തിൽ നിന്നും ഞങ്ങളെ കാക്കണം റഹ്മാനെ. ഈ കൊറോണ കൊണ്ട് ഞങ്ങളെ പരീക്ഷിക്കല്ല റഹ്മാനെ. പരീക്ഷണത്തിന് വിധേയമാകുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെ കാക്കണം റഹ്മാനെ. ദുരന്തങ്ങളിൽ നിന്ന് കാക്കണം റഹ്മാനെ. ഈ മജ്‌ലിസിലേക്ക് ചീരണി തന്ന റബ്ബേ, മുഴുവൻ ചെലവും ഏറ്റെടുത്ത അബ്ദുൽ നാസർ എന്ന ചെറുപ്പക്കാരൻ, അദ്ദേഹം വലിയ വിഷമത്തിലാണ് അല്ലാഹ്, പ്രയാസത്തിലാണ് അല്ലാഹ്. അദ്ദേഹത്തിന്റെ രോഗം എന്താണെങ്കിലും നീ ശിഫയാക്കണം റഹ്മാനെ. കുഞ്ഞിന് ആരോഗ്യം നൽകണം റഹ്മാനെ. പ്രശ്നത്തിന് പരിഹാരം നൽകണം റഹ്മാനെ. വലിയ നിലക്കുള്ള ഫലം സിഹറാണോ കണ്ണേറാണോ നീ ബാത്തിനാക്കണം റഹ്മാനെ. പനി വന്ന് മുതുകിൻ്റെ അതാ വെള്ളമെടുക്കണം എന്ന് പറയപ്പെട്ട ആ കുട്ടിക്കും നീ ശിഫ നൽകണം അല്ലാഹ്. അതുപോലെ സംസാരശേഷിക്ക് പ്രശ്നമുള്ള വൈകല്യമുള്ള കുട്ടി നീ ശരിപ്പെടുത്തണം അല്ലാഹ്. ആ വിക്കൊന്ന് നീക്കി കൊടുക്കണം അല്ലാഹ്. ബിസിനസ് തുടങ്ങിയവർ, കച്ചവടം തുടങ്ങിയവർ, കച്ചവടം നടത്തുന്നവർ, മാർക്കറ്റിൽ പോകുന്നവർ, ദൈനംദിനം ജോലി ചെയ്യുന്നവർ, അധ്വാനിക്കുന്നവർ പലരും ഞങ്ങളെ മജ്‌ലിസിലുണ്ട് അല്ലാഹ്. റബ്ബേ, പണിയെടുത്ത് കൂലിപ്പണിയെടുത്ത് സ്വറെടുത്തിട്ട് ജീവിതം നയിക്കുന്ന സഹോദരിമാരുണ്ട്, കുടുംബം പോറ്റുന്നവരുണ്ട്. എല്ലാവർക്കും ബറക്കത്ത് നൽകണം അല്ലാഹ്. പ്രവാസികൾക്ക് ഖൈർ നൽകണം അല്ലാഹ്. അവിടെ ജീവിതത്തിന് ബറക്കത്ത് നൽകണം അല്ലാഹ്. ഞങ്ങളുടെ നാട്ടിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന പ്രവാസികളുണ്ട് റഹ്മാനേ. അവർ സമയങ്ങൾ കുറെ മണിക്കൂറുകൾ അധ്വാനിക്കുന്നവരാണ്, വറക്ക് കുറഞ്ഞവരാണ്, നല്ലവണ്ണം ഭക്ഷണം ലഭിക്കാത്തവരാണ്. നീ അവർക്ക് കാവൽ നൽകണം റഹ്മാനേ. കുടുംബത്തെ പോറ്റാനാണ് അവർ പ്രവാസ ലോകത്തേക്ക് പോയത്. എല്ലാവർക്കും നീ ആരോഗ്യവും അവിടെ ജോലിയിൽ ബറക്കത്തും നൽകണം റഹ്മാനേ. വീടില്ലാത്തവർക്ക് വീട് നൽകണം അല്ലാഹ്. കടങ്ങൾ ഞങ്ങൾക്ക് പലർക്കുമുണ്ട് റഹ്മാൻ. അത് വീടാനുള്ള വഴികൾ എളുപ്പമാക്കണം റഹ്മാൻ. പിന്നെയും പിന്നെയും കടമാകുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കണം
ബാധിക്കല്ല അല്ലാ. ആ നിനക്ക് പരീക്ഷണത്തിന് വിധേയമാക്കല്ല അല്ലാ. കോമാവസ്ഥയിൽ എത്തിയിട്ട് ICUവിലും വെന്റിലേറ്ററിലും കിടക്കേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കോ ഞങ്ങളെ കുടുംബത്തിനോ നീ നൽകല്ല റഹ്മാനേ. ലക്ഷങ്ങൾ ചെലവഴിച്ച് രോഗങ്ങൾക്കൊരു മാറ്റവുമില്ലാതെ ഒരവസ്ഥയിൽ നിന്ന് നീ കാക്കണം അല്ലാ. ലോറിയുടെ ടയർ പൊട്ടിയിട്ട് അപകടം പറ്റിയ സലീമാക്കയുടെ ജ്യേഷ്ഠന്റെ മകന് റഷീദ് എന്ന കുട്ടി വളരെ സീരിയസിൽ ഹോസ്പിറ്റലാണെന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. റബ്ബേ നീ സലാമത്ത് നൽകണം റഹ്മാനേ, രക്ഷപ്പെടുത്തണം റഹ്മാനേ. ആരുടെ എല്ലാം കുടുംബത്തിൽ ആരെല്ലാം രോഗികളുണ്ടോ, സഹോദരിമാരിൽ രോഗമുള്ളവരുണ്ടോ, വയറുവേദനയുള്ളവരുണ്ടോ, അരണിയുള്ളവർ, അപ്പൻഡിക്സിനുള്ളവർ, പാങ്ക്രിയാസിന് പ്രശ്നമുള്ളവർ, കുടല് രോഗമുള്ളവർ, തലവേദനയുള്ളവർ, കൈകാലി വേദനയുള്ളവർ, ചെവിയിൽ പ്രശ്നമുള്ളവർ, റബ്ബേ കാഴ്ചക്ക് കുറവുള്ളവർ, കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവർ, വ്യത്യാസങ്ങളായി കണ്ണിൻ്റെ കാഴ്ചക്ക് ദൃഷ്ടിയിൽ തകരാറുള്ളവർ, കേൾവിയിൽ തകരാറുള്ളവർ, അവയവങ്ങളിൽ പ്രശ്നമുള്ളവർ, അലർജിയുള്ളവർ, ഇങ്ങനെ പല നിലക്കും പ്രയാസപ്പെടുന്ന ആളുകൾ ഞങ്ങളെ കൂട്ടത്തിലുണ്ട് അല്ലാ. ചെറിയ മക്കളിലുണ്ട് അല്ലാ. ഹാർട്ടിന് പ്രശ്നമുള്ളവരുണ്ട് അല്ലാ. വയറ്റിന് ചെറിയ പ്രശ്നമുള്ളവരുണ്ട് അല്ലാ. തിന്തുവാരത്തിന് മഴയുള്ളവരുണ്ട് അല്ലാ. എല്ലാവരെയും നിനക്കറിയാമല്ലോ റഹ്മാന്. ഈ മജ്ലിസ് വലിയ ശമനം കിട്ടുന്ന മജ്ലിസായി കബൂലാക്കണം റഹ്മാനേ. പലരും പല നിലക്കുള്ള ഫലങ്ങൾ ലഭിച്ച് ഈ മജ്ലിസിൽ വന്ന് പറയുമ്പോൾ റബ്ബേ സ്വലാത്തിന്റെ ഖബൂലിയത്ത് മനസ്സിലാക്കാൻ കഴിയുന്നു അല്ലാ. ഈ ഉള്ളവൻ എത്ര പാപിയാണെങ്കിലും ഒന്നിനും കൊള്ളാത്തവരാണെങ്കിലും വിളിക്കുന്നത് നേതാവിനെയാണ്, ഒരുമിച്ച് കൂടിയത് മുത്തായ തങ്ങളെ പേരിലാണ്, ചോദിക്കുന്നത് നിന്നോടാണ്. സ്വീകരിക്കണം റഹ്മാനേ. വലിയ വലിയ രോഗങ്ങൾ പിടിച്ചിട്ട് ആരും രക്ഷയ്ക്കില്ലാതെ ഒരു ശുശ്രൂഷക്കുമില്ലാതെ എല്ലാവരും കൈവഴിച്ചിട്ട് റബ്ബേ ഞങ്ങൾ ഒറ്റപ്പെടുന്നൊരവസ്ഥ ഞങ്ങൾക്ക് നൽകല്ല അല്ലാ. ഞങ്ങളെ മക്കൾക്ക് നൽകല്ല അല്ലാ. കുടുംബത്തിലാർക്കും നൽകല്ല റഹ്മാനെ. അത്തരത്തിലേക്ക് ഞങ്ങൾ എത്തിപ്പോകുന്ന അവസ്ഥയിൽ നിന്ന് നീ സലാമത്ത് നൽകണം റഹ്മാനെ. ക്യാൻസറിൽ നിന്ന്, ട്യൂമറിൽ നിന്ന്, കിഡ്നി ഫെയിലിയറിൽ നിന്ന്, സകല രോഗങ്ങളിൽ നിന്ന് സലാമത്ത് നൽകണം റഹ്മാനേ. ഞങ്ങളെ സ്നേഹിക്കുന്ന പലരുമുണ്ട് അല്ലാ. ഞങ്ങൾക്ക് വേണ്ടുന്നത് കൊണ്ടുതരുന്നവരുണ്ട് അല്ലാ. എന്ത് വേണമെന്ന് ചോദിക്കുന്നവരുണ്ട് അല്ലാ. ഞങ്ങൾ പഠിക്കുമ്പോൾ ഭക്ഷണം തന്നവരുണ്ട് അല്ലാ. അവരിൽ പലരും മരിച്ചു പോയവരുണ്ട് അല്ലാ. നീ സ്വർഗം നൽകണം റഹ്മാനേ. എല്ലാവർക്കും ബറക്കത്ത് നൽകണം റഹ്മാനേ. ഇത് ഞങ്ങൾ അവസാനത്തെ മജ്ലിസാക്കി കളയല്ല അല്ലാ. ജീവിതത്തിൽ പല പ്രാവശ്യം ഹജ്ജിനും ഉംറക്കും റൗള സിയാറത്തിനും ആഫിയത്തോടെ ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകണം റഹ്മാനേ. അടുത്തായി ഒരു ഉംറ യാത്ര തിരിക്കാൻ പെട്ടെന്ന് നീ ഭാഗ്യം നൽകണം റഹ്മാനെ. അറിയാതെ നിനക്കുള്ള വഴി എളുപ്പമാക്കി തരണം റഹ്മാനെ. എല്ലാം നീ എളുപ്പമാക്കി തരണം റഹ്മാനെ. പലരും ഉംറക്ക് ഉദ്ദേശിച്ചവരുണ്ട് അല്ലാ. എല്ലാവർക്കും തൗഫീക്ക് നൽകണം റഹ്മാനെ. റബ്ബേ ഞങ്ങളുടെ ഓരോ സലാത്ത് മജ്ലിസിന് വേണ്ടിയും അധ്വാനിക്കുന്നവരുണ്ട് അല്ലാ. ഭക്ഷണം ഉണ്ടാക്കുന്നവരുണ്ട് അല്ലാ. കറി ഉണ്ടാക്കുന്നവരുണ്ട് അല്ലാ. ഒരു ക്യാഷും ആവശ്യപ്പെടാതെ, ഒരു കൂലിയും ആവശ്യപ്പെടാതെ നിന്റെ പൊരുത്തത്തിന് വേണ്ടി മാത്രം ഞങ്ങളെ പള്ളിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്. ഭക്ഷണം ഉണ്ടാക്കുന്നവരുണ്ട്. ഇവിടത്തെ ചെറുപ്പക്കാരുണ്ട്, പ്രവർത്തകന്മാരുണ്ട്. എല്ലാവർക്കും നീ ബറക്കത്ത് നൽകണം റഹ്മാനെ. എല്ലാവരെയും നിനക്കറിയാമല്ലോ അല്ലാ. ആരെയും നീ കൈയൊഴിക്കല്ല റഹ്മാനെ. ഞങ്ങളെ ദുആക്ക് ഹിജാബത്ത് നൽകണം അല്ലാ. ഇവിടെ ആടിനെ വിളിച്ചെടുത്ത നമ്മുടെ പ്രിയപ്പെട്ട റിയാസിന് നീ ആഫിയത്ത് നൽകണം അല്ലാ. കുടുംബത്തിന് സമാധാനം നൽകണം അല്ലാ.
ശൈതാനിയത്തിൽ നിന്ന്, സിഹറിൽ നിന്ന്, എല്ലാ കണ്ണേരിൽ നിന്നും നീ കാവല് നൽകണം അല്ലാഹ്. അദ്ദേഹം തൊട്ട വിഷയങ്ങളിലൊക്കെ ബറക്കത്ത് നൽകണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ ദുബായിലുള്ള ബിസിനസ്സിൽ ഖൈർ നൽകണം റഹ്മാനെ. ഉയർച്ച നൽകണം റഹ്മാനെ. തടസ്സം നീക്കണം റഹ്മാനെ. എല്ലാ നിസ്കാരത്തിനും ഇവിടെ എത്താറുണ്ടായിരുന്ന നമ്മുടെ ഹാജിയാർ അവറുകൾ അല്പം ക്ഷീണത്തിലാണ് അല്ലാഹ്. കാലുവേദന കൊണ്ട് പ്രയാസപ്പെടുന്നു അല്ലാഹ്. അതൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി ദുആ ചെയ്യാൻ ഇവിടെ നേരത്തെ സംഭാവന തന്നിട്ടുണ്ട്. അയാൾ പള്ളിയിൽ വരാൻ വലിയ പ്രതീക്ഷയും ആഗ്രഹിക്കുന്ന ആളുമാണ് അല്ലാഹ്. നീ ആജിലായ ശിഫ നൽകണം റഹ്മാനെ. ഷുഗർ, പ്രഷർ അധികരിച്ചിട്ട് വലിയ രോഗത്തിനായി പോകുന്ന അവസ്ഥയിൽ നിന്ന് ഞങ്ങളെല്ലാവരെയും നീ കാക്കണം റഹ്മാനെ. ഞങ്ങളെ ദുനിയാവും ആഖിറവും നന്നാക്കണം റഹ്മാനെ. നാഫിയായ ഇൽമും തഖ്വയും ഈമാനും ഇഖ്ലാസും ഞങ്ങൾക്ക് ഏറ്റിത്തരണം റഹ്മാനെ. ഞങ്ങളെ ശത്രുക്കളെ നീ മിത്രങ്ങളാക്കണം റഹ്മാനെ. സർവായിനീങ്ങളിൽ നിന്ന്, സാഹിനീങ്ങളിൽ നിന്ന്, മാക്കിനീങ്ങളിൽ നിന്ന്, സകല ഷർറുകളിൽ നിന്ന്, ഞങ്ങൾക്ക് നേരെ വരുന്ന സർവായുധാഹുകളിൽ നിന്ന്, എല്ലാ ഷർറുകളിൽ നിന്ന് നീ കാവല് നൽകണം റഹ്മാൻ. രക്ഷ നൽകണം റഹ്മാൻ. അവസാനം മരണം ഖൈറായ സമയം പരിപൂർണ ഈമാനോട് കൂടെ ഏറ്റവും നല്ല കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് ഒരു കടങ്ങളുമില്ലാതെ, ഒരു തെറ്റുകളുമില്ലാതെ, ഒരു കുറ്റങ്ങളുമില്ലാതെ എല്ലാത്തിൽ നിന്നും പൂർണ്ണമായി ഒഴിവായ നിലയിൽ റബ്ബേ നന്മയിലായി കഴിയുന്ന സമയം ഈ ലോകത്തിൽ നിന്ന് വിട പറയാ. ഞങ്ങളെ മാതാപിതാക്കള്, ഉസ്താദുമാർ, മശായിഖുമാർ, ഭാര്യ സന്താനങ്ങള്, ഞങ്ങളെ ശിഷ്യന്മാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സദസ്സിൽ സംബന്ധിച്ചവർ, ഞങ്ങളെ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയവർ, ഞങ്ങളെ പരിപാടി ആരൊക്കെ വീക്ഷിക്കുന്നുണ്ടോ, ഏതെല്ലാം മജ്‌ലിസിൽ ആരെല്ലാം സംബന്ധിക്കുന്നുണ്ടോ, ഈ എല്ലാവരുടെ ആഖിബത്തും നീ നന്നാക്കണം റഹ്മാനെ. ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരുണ്ട്, പഠിക്കുമ്പോൾ തന്നവരുണ്ട്, ഇപ്പോഴും തരുന്നവരുണ്ട്, പല സ്ഥലങ്ങളിൽ നിന്ന് തന്നവരുണ്ട്. ഏത് ഭക്ഷണമാണോ വേണ്ടത് ആ ഭക്ഷണം നല്ല രുചിയോട് കൊടുത്തേക്കുന്ന നല്ലവരായ ഞങ്ങളുടെ നാട്ടുകാരുണ്ട് അല്ലാഹ്. ആരുടെയും നീ അന്നം മുടക്കിക്കളയല്ല റഹ്മാൻ. ആർക്കും നീ ദാരിദ്ര്യം നൽകല്ല റഹ്മാൻ. പകരം കൊടുക്കാനൊന്നുമില്ല. ദുആഹ് മാത്രമാണ് ഞങ്ങളെ കയ്യിലുള്ളത്. നാളെ സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ, സ്വർഗീയ പാനീയം കുടിക്കാൻ അവർക്കും ഞങ്ങൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാൻ. ആരംഭപ്പൂവായ മുത്തായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ തിർക്കരങ്ങളിൽ നിന്ന്, അവിടുത്തെ ശറഫാക്കപ്പെട്ട കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഞങ്ങൾക്കും പറയപ്പെട്ട മുഴുവൻ ആളുകൾക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനേ. റബ്ബനാ عليك توكلنا وإليك أنبنا وإليك المصير. اللهم ارحم أمة سيدنا محمد صلى الله عليه وسلم. اللهم اغفر أمة سيدنا محمد صلى الله عليه وسلم. اللهم فرج عن أمة سيدنا محمد صلى الله عليه وسلم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم بجاه سيد الأولين والآخرين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون، سلام على المرسلين، الحمد لله رب العالمين. ببركة صلى الله على سيدنا محمد صلى الله عليه وسلم. صلى الله على سيدنا محمد صلى الله عليه وسلم. اللهم صل على سيدنا محمد يا رب صل عليه وسلم.